ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പച്ചമുളക് കൃഷിയെക്കുറിച്ചുള്ളതാണ്. നമ്മുടെ വീട്ടാവശ്യത്തിന് ആവശ്യമായ പച്ചമുളക് ഒരു 2 ചുവടെങ്കിലും എല്ലാ വീടുകളിലും നട്ടുപിടിപ്പിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ പരിചരണം, വളപ്രയോഗം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പച്ചമുളക് നമുക്ക് ഗ്രോ ബാഗിലോ മണ്ണിലോ നട്ടു കൊടുക്കാവുന്നതാണ്. തൈകൾ വാങ്ങി നടാവുന്നതാണ്. ഇല്ലെങ്കിൽ വിത്ത് പാകിയാലും അത് മുളപ്പിച്ച് നമുക്ക് തൈകളാക്കി നടാവുന്നതാണ്. ഇനി വിത്തും കിട്ടാത്തവർക്ക് നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന ഉണക്കമുളകിൻ്റെ അരി അത് നന്നായിട്ട് ഉണക്കിയെടുത്ത ശേഷം അതും പാകാവുന്നതാണ്. വിത്ത് പാകുന്ന സമയത്ത് നമുക്ക് ഒരല്പനേരം അത് ചൂടുമോണസ് ലായനിയിൽ മുക്കി വെച്ച ശേഷമാണ് വിത്ത് പാകേണ്ടത്. അപ്പോൾ തൈയാണെങ്കിൽ അതിൻ്റെ വേര് ചൂടുമോണസ് ലായനിയിൽ ഒരല്പനേരം മുക്കി വയ്ക്കുക. വേഗം തൈകൾ മുളച്ച് വരാനായിട്ടും രോഗങ്ങളെ പ്രതിരോധിക്കാനുമായിട്ടാണ് ഇങ്ങനെ ചൂഡോമോണസ് ലായനിയിൽ മുക്കി വെച്ച ശേഷം നമ്മൾ നടുന്നത്. തൈകൾ നടുന്ന സമയത്ത് നമുക്ക് അടിവളമായിട്ട് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി ഇവ ഇട്ട് കൊടുത്ത ശേഷം തൈകൾ പറിച്ച് നടാവുന്നതാണ്. തൈകൾ മുളച്ച് പൊങ്ങി വരുന്ന സമയത്ത് താങ്ങ് കൊടുക്കണം എന്നത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ മുളകെല്ലാം മറിഞ്ഞു പോകും. നന്നായിട്ട് താങ്ങ് കൊടുത്ത് വേണം നിർത്തുന്നതിന് വേണ്ടിയിട്ട്. പച്ചമുളക് വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നാം ഉണ്ടാക്കുന്ന എല്ലാ ജൈവവളങ്ങളും ഇതിന് നൽകാവുന്നതാണ്. പച്ചമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് വെള്ളീച്ച ശല്യം, ഇല മുരടിച്ചു പോവുക, ഇല മഞ്ഞളിക്കുക ഇവയെല്ലാം. ഇതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എല്ലാ ജൈവ കീടനാശിനികളും പ്രയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനായിട്ട് 1 രൂപ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അടുക്കളയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു വളം തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അതായത് ഒരു ദിവസം പൊളിച്ച കഞ്ഞിവെള്ളം എടുക്കുക. 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 പിടി ചാരമാണ്. 1 പിടി ചാരം ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പച്ചമുളകിൻ്റെ ഇലകളിലെല്ലാം നന്നായിട്ട് അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇലകളെല്ലാം നന്നായിട്ട് നനയത്തക്ക രീതിയിൽ നമ്മുടെ തൈകളിൽ ഈ വളം ഒഴിച്ചു കൊടുക്കുക. ബാക്കി വരുന്നത് നമുക്ക് അതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.